ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തെ ഭയത്തോടുകൂടി കാണുകയും ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുന്നത്, വീഴ്ചകളുണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. 17-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വച്ചതല്ലേ. ദൈവത്തെ ഭയത്തോടുകൂടി കണ്ട് ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവത്തോടൊപ്പം നടക്കുകയാണെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരികയും നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യും. ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് ലോകത്തിൻ്റേതായ രീതിയിൽ പോകുകയും എനിക്കിഷ്ടമുള്ള രീതിയിൽ, എൻ്റെ ബുദ്ധി പറയുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിക്കുന്ന നിമിഷം തിന്മയുടെ ആധിപത്യത്തിൽ നമ്മൾ പെടുകയും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്നും മാറി സ്വയം ഇവയെല്ലാം ചെയ്യാനും തുടങ്ങുമ്പോൾ നീ ദൈവവുമായിട്ട് ഉള്ള ബന്ധം നഷ്ടപ്പെടുത്തുക. നിന്നെ നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ അനർത്ഥങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ അനർത്ഥങ്ങളിൽ നിന്നും, നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും വിടുതലുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് ആശ്രയിക്കുക. ആ ദൈവം നിങ്ങളെ നടത്തുന്ന വഴിയിലൂടെ മുന്നോട്ട് പോവുക. പുതിയ നിയമത്തിൽ ഈശോ മിശിഹ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ലാസറിൻ്റെ ഉപമയിലൂടെ. ധൂർത്തപുത്രൻ്റെ ഉപമ വളരെ വ്യക്തമായിട്ട് കർത്താവിങ്കിലേക്ക് നമ്മൾ എങ്ങനെ തിരിയണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയ നിമിഷം അവന് വേണ്ടതെല്ലാം ലഭിക്കുവാൻ തുടങ്ങി. അതുതന്നെയാണ് ജെറമ്യായുടെ പുസ്തകത്തിലൂടെ കർത്താവ് പറയുന്നത്, നീ എന്നെ സ്വയം ഉപേക്ഷിച്ചതുകൊണ്ടാണ് നിനക്കിതെല്ലാം വന്നത്. നീ എൻ്റെ ഒപ്പം നടക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ഇന്നു മുതൽ നമ്മുടെ ജീവിതവും ഈശോയോട്, ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു ജീവിതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എപ്പോഴും നിങ്ങളെ നയിക്കുവാനുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.